ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോൾ കണ്ട കുഞ്ഞു മാലാകുട്ടിയാണ് നമ്മുടെ പൊന്നു. പൊന്നു എന്ന് വെച്ചാൽ ഇവൻ്റെ ആകെയുള്ള ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഇൻറ്റിമേറ്റായിട്ടും അല്ലാണ്ടായിട്ടും ഇവനാകെയുള്ളൊരു ഫ്രണ്ടാണ് പൊന്നു. പൊന്നുവിൻ്റെ 4th ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്ന്. കേക്ക് കണ്ടു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കേക്കാണ് അത്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം കഴിച്ചപ്പോൾ അടിപൊളി കേക്കായിരുന്നു. ഇവിടുത്തെ ഏതോ ഒരു ഹോം ബേക്കർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഒത്തിരി നട്ട്സൊക്കെ ഇട്ട് നല്ലൊരു സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. ഫ്ലേവർ അടിപൊളിയായിരുന്നു. പൊന്നുവിനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഇവൻ്റെ കൂടെ നിന്ന് ഇവൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്ന്. ഇവനാണെങ്കിൽ ആദ്യം വലിയ ജാടയൊക്കെ ഇട്ടൊക്കെ ചെന്ന് നിന്നെങ്കിലും പൊന്നുവിൻ്റെ അച്ഛനെ കണ്ടുകൂടി അവൻ്റെ വിധം മാറി. പൊന്നുവിൻ്റെ അച്ഛനെ കണ്ടുകൂടി അവൻ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടാവാൻ പോയി. പിന്നെ പൊന്നുവിനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം, അയ്യോ ഇവൻ്റെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ പയ്യെ പറഞ്ഞു, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറ്റി അമ്മയുടെ അടുത്ത് നിർത്തിയൊക്കെ ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യിച്ചു. അങ്ങനെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു അത്. ബർത്ത്ഡേ സെലിബ്രേഷൻ പിള്ളേർ ഇവൻ എൻജോയ് ചെയ്തു. പിള്ളേർ പൊന്നും ഇവനും എൻജോയ് ചെയ്തെന്ന് പറയും. കാരണം നമ്മുടെ ഡ്യൂട്ടിയും കാരണങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് പിള്ളേർക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും ഒരുമിച്ച് കിട്ടാറില്ല. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു മൊമെൻറ്റ്സാണ് അവർക്കും ഇങ്ങനെ കിട്ടാറുള്ളൂ. അവൻ കണ്ടോ, അവൻ്റെ സെൽഫായിട്ടിരുന്ന് അവൻ്റെ കയ്യിൽ പൊന്നുവിൻ്റെ കത്തി അവൻ്റെ കയ്യിലായിരിക്കുന്നത്. അവൻ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് അവൻ ആ കത്തിയിൽ നിന്ന് തന്നെ കേക്ക് കഴിച്ചു. പൊന്നു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാറിന് അങ്ങ് മൈൻഡ് ആവുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ പയ്യെ കേക്കിനെ അച്ചാറും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പയ്യെ കേക്ക് അവിടെ നിന്നെടുത്ത് മാറ്റി ഒരു പീസൊക്കെ മുറിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ കുറച്ച് നേരം രണ്ടുപേരും കൂടി കളിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവനിപ്പോൾ ബലൂൺ പിടിച്ച് കടിക്കുമ്പോൾ സാറിന് അറിയത്തില്ലായിരുന്നു അത് പൊട്ടും എന്നുള്ളത്. പൊട്ടി കഴിഞ്ഞപ്പോഴാണ് അയ്യോ പൊട്ടും എന്ന് അവന് മനസ്സിലായത്. ബാക്കി എല്ലാ സാധനങ്ങളും പിടിച്ച് കടിക്കുന്ന പോലെ കടിച്ചു നോക്കിയത്. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തലയില്ലെങ്കിലും ഈ ഒരു ഇത് കട്ട് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നത്. ഇതുണ്ടോ പൊട്ടി. സാറൊന്ന് പേടിച്ചു, എന്നാലും ഓക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ പൊന്നിൻ്റെ കയ്യിലുള്ള ടോയ്സ് കൂടുതലും ടെഡി ബിയേഴ്സും എന്താ പറയുക കുട്ടി പാവകളൊക്കെ ആയതുകൊണ്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല. അവനത് ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ബോള്, പിന്നെ പൊന്നിൻ്റെ സൈക്കിള്, അതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ അതുമോട്ടൊക്കെ കയറാൻ നോക്കുള്ളൂ. ഇതുണ്ടോ എന്ത് സാധനം കിട്ടിയാലും വായിലിടും. ഈ പാമ്പര വിഴുങ്ങുന്ന കണക്ക് മാക്സിമം വായി വലുതാക്കി എന്തൊക്കെ വായി കയറ്റാൻ പറ്റുമോ അതെല്ലാം കയറ്റും. പൊന്നുവിൻ്റെ സൈക്കിളിലാണ് അടുത്ത നോട്ടം. പൊന്നുവിനെ സൈക്കിളിൽ നിന്ന് എടുത്ത് മാറ്റി അവൻ സൈക്കിളിൽ കയറി. പക്ഷെ അവന് കാലെത്താത്ത കാരണം കൊണ്ട് സാറിനൊരു രക്ഷയില്ല. ഇച്ചിരി നേരം അതുമൊക്കെ ഇടുന്ന സ്ട്രഗിൾ ചെയ്തിട്ട് പിന്നെ സാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫുഡ് ആക്ച്വലി മന്തിയായിരുന്നു കേട്ടോ. നമുക്കിവിടെ കൂടുതലും അറബിക് മന്തിയെ കിട്ടാറുള്ളൂ. നമ്മുടെ നാട്ടിൽ ടേസ്റ്റുള്ളൊരു മന്തി നമുക്കിവിടെ കിട്ടാറേ ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ സംഭവം സ്റ്റാർട്ട് ചെയ്തിരുന്നു പറയുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നാട്ടിലെ മന്തി നമുക്കിവിടെ എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കൂടെ മയോണൈസും പിന്നെ ടക്കൂസും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, എന്ത് സാധനം ടേബിളിൻ്റെ പുറത്തിരുന്നാലും എത്തി ഒളിഞ്ഞ് പിടിക്കലാണ് അവൻ്റെ ഹോബി. അപ്പം അങ്ങനൊരു അടിപൊളി ചിക്കൻ മന്തിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള സാലഡും മയോണൈസും ടക്കോസൊക്കെ ആയിട്ട് ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു.